ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. വചനം ഘോഷിക്കും ഈ വേളയിൽ, ആമേൻ. നിൻ നാമം പാടുമീ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കുന്ന ഈ വേളയിൽ തന്നെ സംഭവിക്കട്ടെ. ആമേൻ. വചനം ഘോഷിക്കും ഈ വേളയിൽ, നിൻ നാമം പാടുമീ കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കുന്ന ഈ വേളയിൽ തന്നെ നിന്നാമം. കൈകൾ ഉയർത്തി കൈയടിച്ച് ആത്മാവിൻ തീനാളങ്ങൾ മഴയായി മഴയായി പെയ്യട്ടെ. പഠിക്കേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി മഴയായി പെയ്യട്ടെ. ആമേൻ ആമേൻ. സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതു. ആദിമസഭയുടെ കൂട്ടായ്മയിൽ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിന്റെ തീമഴ പെയ്തതുപോലെ മഴ പെയ്തതു. ആത്മാവേ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി മഴയായി പെയ്യട്ടെ. ആഗ്രഹിക്കട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി മഴയായി പെയ്യട്ടെ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ വിളിക്കട്ടെ 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 വിളിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. ശാരീരിക രോഗപീഠങ്ങളുടെ മേൽ കർത്താവിന് സൗഖ്യമായിട്ട് വെളിപ്പെടട്ടെ. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളുടെ ഇന്നും ജീവിക്കുന്ന ദൈവം നിന്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു. നിന്റെ ശരീരത്തെ ചലിപ്പിക്കുന്നു, നിന്റെ ചിന്തകളെ ചലിപ്പിക്കുന്നു, നിന്റെ വികാര വിചാരങ്ങളെ ചലിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് 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 ഓരോ വ്യക്തിയുടെ മേൽ ചലിക്കുന്ന സമയം വിശ്വസിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. ഒരു പുതിയ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഈ ഉള്ള സമയത്തെ നന്നായി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അത് യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ മാതൃക നൽകി. പൗലോസ്ലീഹായും പത്രോസ്ലീഹായും പഠിപ്പിച്ചു. ഈ സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ, ഈ സമയം നന്നായിട്ട് ഉപയോഗിച്ച ഒരാളെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. അത് നമ്മുടെ ഔസേപ്പ് പിതാവാണ്. യൗസേപ്പ്, സെന്റ് ജോസഫ്, വിശുദ്ധ ഔസേപ്പ് പിതാവ്. ഒന്ന് വായിക്കാൻ ഒരു നല്ല വചനമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം. ഒന്ന് തുറന്നേ. മത്തായിയുടെ സുവിശേഷം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഔസേപ്പ് പിതാവ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹേറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. 14-ാം വചനം എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഔസേപ്പ് പിതാവ് നല്ല ഉറക്കത്തിലാണ്. നല്ല ഉറക്കം കേട്ടോ. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്ന പാതിമയക്കമല്ല അല്ലേ. ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ യാത്രയൊക്കെ ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ഷീണം അല്ലേ. ഉച്ചയായി, ഇനിയിപ്പോൾ കഞ്ഞി കുടിച്ചാൽ മതി, ഭക്ഷണമെങ്കിലും കഴിച്ചാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പം നമുക്ക് പൊതുവെ ഒരു ക്ഷീണമൊക്കെ തോന്നും. പുറത്തൊക്കെ ഒരു ഇച്ചിരി ചൂട് കൊണ്ട് ഒരു അവിഞ്ഞൊരവസ്ഥ, അപ്പോൾ ഒരു ക്ഷീണം, ഒരു പാതിമയക്കം. ഔസേപ്പ് പിതാവിൻ്റെത് പാതിമയക്കമൊന്നും അല്ല, നല്ല ഗാഢനിദ്രയാണ്. നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കും, നല്ല ഉറക്കം. ഇങ്ങനത്തെ ഉറക്കത്തിലാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുന്നത്. എന്ത് പറയണത്? ഔസേപ്പേ, എടാ നീ ഈജിപ്തിലേക്ക് പൊക്കോ. വചനം എന്തു പറയുന്നു? ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? ആ രാത്രി തന്നെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? അല്ല, ഒരു മര്യാദ വേണ്ട കാര്യങ്ങൾക്ക്. അല്ല, ഒരു മര്യാദ വേണ്ടേ? ഈ രാത്രി ഒന്ന് നേരം പുലരട്ടെ, അതല്ലേ അതിൻ്റെ മര്യാദ. ഈ രാത്രി ഇപ്പം എന്നാ സംഭവിക്കാനാ? ഒന്ന് ഉറക്കം കഴിയട്ടെ, ക്ഷീണം മാറട്ടെ, എന്നിട്ട് യാത്ര ചെയ്യാം. ക്ഷീണം മാറിയിട്ട് യാത്ര ചെയ്യാം, അതല്ലേ നമ്മൾ പറയുള്ളൂ. അല്ലെങ്കിൽ തന്നെ
ഔസേപ്പിതാവ് കാണിച്ചതൊരു മര്യാദഘട്ട പരിപാടിയല്ലേ? കാരണം ഇപ്പം ഇവര് ഈ ബെത്ലഹേമിൽ ഈ കാലിത്തൊഴുത്തിൽ ഈ കുഞ്ഞിന് ജന്മം നൽകി അധിക സമയമായിട്ടില്ല കേട്ടോ. അപ്പൊ ഇവരെ സഹായിച്ചത് ആരായിരിക്കും? ആട്ടിടയന്മാരൊക്കെ അല്ലേ ഇവരെ സഹായിച്ചത്? അവരൊക്കെ അപ്പുറത്തുണ്ടേ. എന്നാൽ പിന്നെ നേരം വെളുത്തിട്ട് അവരുടെയൊക്കെ അടുത്ത് ചെന്ന് നന്ദി കേട്ടോ, ഇന്നലെ രാത്രിയിലൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടെ നിന്നല്ലോ, അങ്ങനെയൊക്കെ ഒരു നന്ദി പറഞ്ഞിട്ടല്ലേ പോകേണ്ടത്? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ അല്ലേ? ആ ആട്ടിടയന്മാരൊക്കെ കഷ്ടപ്പെട്ട് പല കാര്യങ്ങൾക്കൊന്ന് സഹായിച്ചിട്ടുണ്ടാവുകയെ. അപ്പം അവരോടൊക്കെ ഒരു താങ്ക് യു പറഞ്ഞിട്ട് പോകേണ്ടതാണ് അതിൻ്റെ മര്യാദ അല്ലേ? എന്നാൽ ആ മര്യാദയൊന്നും ഔസേപ്പിതാവ് കാണിച്ചില്ല. ഔസേപ്പിതാവ് ആ രാത്രി തന്നെ, ബൈബിള് പറയുന്നു, ആ രാത്രി തന്നെ അവൻ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കാണിക്കുന്ന എന്തെന്നറിയോ? സമയം നന്നായി പ്രയോജനപ്പെടുത്തിയ ഔസേപ്പിതാവ്. ഇനി ഇതിന്റെ മറുവശമുണ്ട്. ഇനി നേരം വെളുക്കുന്നത് വരെ ഔസേപ്പിതാവ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇവർ യാത്ര പോകുന്നത് നാട്ടുകാർ കാണും, ഹേറോദസിന്റെ അടുക്കൽ വിവരമെത്തും. നേരം വെളുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണ്? വളരെ അപകടം പിടിച്ച കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശിരച്ഛേദന സംഭവിക്കാൻ പോകുന്നു. ഈ കുഞ്ഞും അങ്ങനെ ആയിപ്പോകാം. എന്നാൽ സംഭവിക്കാമായിരുന്ന ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഔസേപ്പിതാവ് എടുത്ത ഒരു വലിയ തീരുമാനം ആ രാത്രി തന്നെ ആ സമയത്തെ ഔസേപ്പിതാവ് പ്രയോജനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്തെ നമ്മളും പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസർക്ക് എഴുതിയ രണ്ടാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം ഒന്ന് വായിച്ചേ. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ആമേൻ പറഞ്ഞേ, ആമേൻ. ഇതാ ഇപ്പോൾ. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഹല്ലേലൂയാ. ആരെങ്കിലും ചിന്തിക്കുകയാണ്, എപ്പോഴാണ് എൻ്റെ സമയം, എപ്പോഴാണ് ശുഭമുഹൂർത്തം, എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം, എപ്പോഴാണ് ഒരു നല്ല കാര്യം ആരംഭിക്കാൻ പറ്റിയ സമയം എന്നിങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതാണ് സമയം. നാളെ നീളെ ലോട്ടറിക്കാരെ പോലെ ആയിപ്പോവും. നാളെ നാളത്തേക്കല്ല, ഇന്ന്, ഇപ്പോ ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം. നാളത്തേക്കല്ലെന്ന്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യക്തികൾ, നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചോണം, യെസ്, ഇതെൻ്റെ ജീവിതത്തിലെ റൈറ്റ് ടൈമാണ്. നാളെ ഒരു സമയമല്ല, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ മാറ്റം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനമാണ്. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പഠിപ്പിച്ച ഒരു കാര്യം, ആദ്യം പഠിപ്പിച്ച കാര്യം തന്നെ ഇതാ പൗലോസ്ലീഹ കൊളോസ്യർക്കാരോട് കൃത്യമായിട്ട് മറ്റൊരു തരത്തിൽ പഠിപ്പിക്കുകയാണ്. ഒന്ന് വായിച്ചേ, 4-ാം അധ്യായം 5-ാം വചനം വായിച്ചോ. പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവം വർത്തിക്കുവിൻ. കാരണം സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. ഹല്ലേലൂയാ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം, ഈശോ തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദൈവജനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞ ആദ്യത്തെ കാര്യം എന്നാണെന്നറിയാവോ? മർക്കോസ് 1:15 പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞത്? ഒന്ന് വായിച്ചേ. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ശുശ്രൂഷയിൽ ആവർത്തിച്ച് പറഞ്ഞ
ആരംഭത്തിൽ മാത്രമല്ല, ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: സമയമായി, സമയമായി. നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് സമയമായി. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, 2026 വരെ എത്തിയില്ലേ? എങ്കിൽ ഓർത്തോ, നാളത്തേക്ക് മാറ്റിവെക്കേണ്ട. ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം ഫോർ ചേഞ്ച്. നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് സമയമായി. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നീ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിന്റെ ജീവിതത്തിൽ സ്വഭാവ രീതികളിൽ ചില മാറ്റങ്ങൾക്ക് സമയമായി. ഹല്ലേലൂയാ! സമയമായി, മാറ്റത്തിന് സമയമായി. മാറ്റത്തിന് സമയം. അടുത്തിരിക്കുന്ന ആളോട് പറ, മാറ്റത്തിന് സമയമായി. നിന്റെ ജീവിതത്തിന്റെ മാറ്റത്തിന് സമയമായി. സ്വഭാവ രീതികൾ മാറ്റാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ! നാളത്തേക്ക് മാറ്റി വെക്കണ്ട, ഇന്ന് തന്നെ ദൈവത്തിന് മുമ്പിൽ നമുക്കൊരു തീരുമാനമെടുക്കണം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33-ാം തിരുവചനം ഒന്നും കൂടെ വായിച്ചേ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. ശ്രദ്ധാപൂർവം ഉണർന്നിരുന്നോണം. ഉണർവ് വേണം. കാരണം നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കണ്ട. ഉണർവോടുകൂടെ നമുക്കുള്ള സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്ന കാര്യം: സമയം സമാഗതമായി. നാളത്തേക്ക് നീ മാറ്റിവെക്കരുത്. നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവിക പ്രവർത്തികളുടെ സമയമായിരിക്കുന്നു. കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. സമയം പ്രയോജനപ്പെടുത്തണം, സമയം പ്രയോജനപ്പെടുത്തണം. അലസമായി നമ്മൾ കളയരുത്. നിനക്ക് കിട്ടിയിരിക്കുന്ന സമയം, നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഇത് പ്രയോജനപ്പെടുത്താനുള്ളൊരു തീരുമാനം. നിന്റെ ജീവിത വഴികളെ വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവം നിന്റെ ഹൃദയത്തിന്റെ പടിവാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ നീ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കണം, ചങ്ക് പെടഞ്ഞ് പ്രാർത്ഥിക്കണം. അലസമായിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് ഹൃദയം തുറന്ന് ഈശോയെ എന്ന് വിളിക്കണം. ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, മനസ്സിന് ഭാരം ഉണ്ടാവും, അതെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് എന്റെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തിക്കേ, നാവ് തുറന്നേ. ദൈവമക്കൾ ഒരുമിച്ച് എന്റെ യേശുവേ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാനുള്ള സമയമാണ്. നാളത്തേക്ക് വെക്കരുത്. ഇതാ ഈ സമയം. നിനക്ക് എത്ര പ്രായമുണ്ടെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിൽ, കർത്താവ് നിന്നിൽ ഇടപെടുന്ന സമയം. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. സമയം സമാഗതമായി. കണ്ണുകളടച്ച് സകലരും അനുദപിക്കാൻ. ഓ ദൈവമേ, സർവം സമർപ്പിക്കുവാൻ. Yes, this is the right time. സകലരും അണഞ്ഞിടുവിൻ. ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. സമയം സമാഗതമായി. അറിയാവുന്നവർ ചേർന്ന് പഠിക്കോ. സമയം സമാഗതമായി. സകലരും അനുദപിക്കാൻ. യെസ്, സർവം സമർപ്പിക്കുവാൻ. ഓ ദൈവമേ, സകലരും 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച്. ദൈവം നിന്നെ ക്ഷണിക്കുന്ന എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? നിന്റെ ജീവിതത്തിൽ സകലതും സമർപ്പിക്കുവാൻ. മർക്കോസ് സുവിശേഷം 1:15 നിന്നെ ക്ഷണിക്കുകയാണ്. നിന്റെ അനുതാപത്തിന്റെ സമയമാണ്. നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട സമയമാണ്. നാളത്തേക്ക് വെക്കണ്ട. ഈ സമയം പരിശുദ്ധാത്മാവ് നിന്നോട് എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ. ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടല്ലോ. ഏത് മേഖലയിലാണ് മാറ്റം വരുത്തേണ്ടത്? എൻ്റെ സ്വഭാവ രീതികളിൽ എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? എങ്ങനെയാണ് ഞാൻ എൻ്റെ സമയത്തെ ഉപയോഗിക്കുന്നത്? ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. സമയം സമാഗതമായി. ഞാൻ വിശ്വസിക്കുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് ആ ഗാനത്തിന്റെ വരികൾ ഏറ്റുപാടിക്കേ. സമയം സമാഗതമായി. സമയം സമാഗതമായി. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. സകലരും അനുദപിക്കാൻ. സർവം സമർപ്പിക്കുവാൻ. സർവം
സമർപ്പിക്കുവാൻ ഓ കർത്താവേ, സകലരുമണഞ്ഞിടുവിൻ. അറിയാവുന്നവർ ചേർന്ന് പാടുന്നു. സമയം സമാഗതമായി സകലരുമനുദവിക്കാൻ സർവം സമർപ്പിക്കുവാൻ ദൈവമേ, സകലരുമണഞ്ഞിടുവിൻ. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച അനുതാപിയേ, ആമേൻ. അനുഗമിക്കാനൊരു ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ഇതാ നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം കർത്താവ് ആഗ്രഹിക്കുകയാണ്. രണ്ട് കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് നീ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ ചിന്തിക്കൂ, നിന്റെ സമയം നീ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അലസമായിട്ട് നിന്റെ സമയത്തെ നീ കളയുന്നുണ്ടോ? വെറുതെ മറ്റുള്ളവരോട് വർത്തമാനം പറഞ്ഞ് ഉള്ള സമയം മുഴുവൻ നിന്റെ അഭിഷേകം ചോർത്തിക്കളയുന്ന സംസാര ശൈലി നിനക്കുണ്ടോ? മൊബൈൽ ഫോണിൽ നിന്റെ സമയം നീ കളയുന്നുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട് 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 അശ്ലീല കാര്യങ്ങൾ കണ്ടുപോലും നിന്റെ ഉള്ളിലേക്ക് അത് നിറയ്ക്കുന്നുണ്ടോ? ലോകത്തിന്റെ കാര്യങ്ങൾ കണ്ട് 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 കേട്ട് 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 നിന്റെ ഉള്ളിലേക്ക് നീ അത് നിറയ്ക്കുന്നുണ്ടോ? ഇതാ കർത്താവ് പറയുന്നു, നിന്റെ സമയം നീ നന്നായിട്ട് ഉപയോഗിക്കണം. ആത്മീയ കാര്യങ്ങൾക്ക് നീ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഓരോ വ്യക്തിയും ചിന്തിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് ക്രമീകരിക്കണ്ടേ? എൻ്റെ സമയത്തെ ഞാൻ ഉപയോഗിക്കണ്ടേ? ജപമാല ചൊല്ലുന്ന ശൈലി നിനക്കുണ്ടോ? ബൈബിള് വായിക്കുന്ന സമയം നീ ക്രമീകരിച്ചിട്ടുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം നീ ക്രമീകരിക്കുന്നുണ്ടോ? നിന്റെ കുടുംബ അംഗങ്ങളോട് ചേർന്നിരുന്ന് വർത്തമാനം പറയാൻ നീ സമയം കണ്ടെത്തുന്നുണ്ടോ? അതോ നീ സെൽഫിഷാണോ, സ്വാർത്ഥനാണോ? നിന്റെ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങൾക്ക് നീ വില കൽപ്പിക്കുന്നുണ്ടോ? സമയം കൊടുക്കുന്നുണ്ടോ? തിരക്കാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പോലും സമയം കൊടുക്കാതെ നിന്റെ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം, നിന്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് മാത്രം നീ സമയം കൊടുക്കുന്നുണ്ടോ? ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ സമയം ക്രമീകരിക്കണം, നീ സമയം ക്രമീകരിക്കണം. ഇത് നിന്റെ ജീവിതത്തിലെ ഒരു വിശുദ്ധീകരണത്തിന്റെ സമയമാണ്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ സമയം ക്രമീകരിക്കണം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, ദൈവമേ, എൻ്റെ സമയം ഞാൻ ഉപയോഗിക്കും, ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കും. ദൈവമേ, ഞാൻ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ ദൈവജന കൂട്ടത്തിന്റെ മുമ്പിൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു. എൻ്റെ സമയം ഞാൻ പ്രയോജനപ്പെടുത്തും. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, നാവ് തുറന്ന് സ്തുതിച്ചേ, നിന്റെ തീരുമാനങ്ങളെ സമർപ്പിച്ചേ, തീരുമാനങ്ങളെ സമർപ്പിച്ചേ. ഓ കർത്താവെ, സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ഒരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം, വലിയ വിശുദ്ധീകരണം സംഭവിക്കുന്ന സമയം. ഓ ദൈവമേ, ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന കർത്താവേ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ഹൃദയ കവാടത്തെങ്കിൽ വന്ന് മുട്ടുകയാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്തേ, കണ്ണടച്ചേ, നീ ഒന്ന് മനസ്സിലൊന്ന് കണ്ടേ. നിന്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്ന ഈശോ. ഈശോ നിന്നോടൊരു കാര്യമേ പറയുന്നുള്ളൂ, മകനെ, മകളെ, സമയമായി. നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് സമയമായി. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ട സമയമായി. നിന്റെ കുടുംബ ജീവിത വഴികളിൽ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റം വരുത്തേണ്ട സമയമായി. നിന്റെ മക്കളോടുള്ള നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി. നിന്റെ ജീവിത പങ്കാളിയോടുള്ള നിന്റെ ബന്ധത്തിൽ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയമായി.
നിന്റെ ഇടവക കൂട്ടായ്മയിൽ നീ പ്രവർത്തിക്കേണ്ട മേഖലകൾ, ചില മേഖലകൾ പരിശുദ്ധാത്മാ പറഞ്ഞു തരുന്നു. മാറ്റം വരുത്തേണ്ട സമയമായി. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം. ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത്? ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ആയാൽ എന്താണ് കുഴപ്പം? എന്നാൽ ഈ അൾത്താര നിന്നോട് പറയുന്ന കാര്യം, നിന്റെ ജീവിത വഴികളിൽ ചില മാറ്റങ്ങൾ നിനക്ക് അനിവാര്യമാണ്. സഹോദര സഹോദരി, നിനക്കത് അനിവാര്യമാണ്. അതുകൊണ്ടല്ലേ ഈ ശുശ്രൂഷ സമയത്ത് നീ ഇവിടെ പങ്കെടുക്കുന്നത്? ഈ ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് ബൈ ചാൻസ് ആയിട്ടല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഓരോ വ്യക്തിയും ചിന്തിക്കുക, എൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്? വളരെ പ്രത്യേകിച്ച് എനിക്കുള്ള സമയത്തെ ഞാൻ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഞാൻ അലസമായിട്ടാണോ സമയത്തെ കാണുന്നത്? രാവിലെ മുതൽ വെറുതെ ഇരുന്ന് ലോകകാര്യങ്ങൾ മാത്രം അറിഞ്ഞ് കുറേ പത്രം വായിച്ച് മൊബൈലിൽ യൂട്യൂബിലും മറ്റും കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ സമയത്തെ ഞാൻ വെറുതെ കളയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഈ അൾത്താര നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ സമയത്തെ പ്രയോജനപ്പെടുത്താൻ നീ ശ്രദ്ധിക്കണമേ. നിന്റെ ചിന്തയും വികാര വിചാരങ്ങളും ആലോചനകളുമെല്ലാം ഈ പരിശുദ്ധ അൾത്താരയിലേക്ക് തിരിക്കൂ. നീ മറ്റൊരു കാര്യത്തിലേക്കും പോകേണ്ട, മറിച്ച് പരിശുദ്ധാത്മാവിനോട് പറ, പരിശുദ്ധാത്മാവെ, എനിക്കതിൻ്റെ ജ്ഞാനം വേണം, എനിക്കത് മനസ്സിലാക്കാനുള്ള കൃപ വേണം. പരിശുദ്ധാത്മാവെ, എനിക്കുള്ള സമയത്തെ കൃത്യമായി തിരിച്ചറിയാൻ എനിക്ക് കൃപ വേണം. ഓരോ വ്യക്തിയും തങ്ങളുടെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് ദൈവത്തിന് മുമ്പിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുക. ൂഹായേ